വന്യജീവി ആക്രമണങ്ങൾ സ്ഥിരം കാഴ്ചയാകുമ്പോൾ തലസ്ഥാനത്തെ മലയോര മേഖലയിലുള്ള ആളുകൾക്ക് ആശ്വാസമാകുന്നൊരു വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുണ്ട്. കാട്ടാക്കടയിലെ റോഷ്നി. ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രം കേരളത്തിലെ അറിയപ്പെടുന്ന പാമ്പ് പിടുത്തക്കാരിൽ ഒരാളായി മാറി ഈ വനിത. മാധ്യമപ്രവർത്തകയായിട്ടായിരുന്നു തുടക്കം. സർക്കാർ ജോലിയെന്ന ആഗ്രഹം എത്തിച്ചത് വനം വകുപ്പിൽ, അതും വനിതകളധികം കടന്നു ചെല്ലാത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. വനംവകുപ്പിൽ പരീക്ഷ എഴുതി കിട്ടിയതാണ്. വനംവകുപ്പ് വേണമെന്ന് പറഞ്ഞ് വന്നതല്ല, ആഗ്രഹിച്ചിട്ട് വന്നതല്ല. അന്ന് PSC സ്ഥിരം എഴുതുമായിരുന്നു. അപ്പോൾ ബീറ്റ് ഓഫീസർ വനിതകളുടെ ആദ്യത്തെ ബാച്ച് ആദ്യമായിട്ട് വനംവകുപ്പിലെ പെൺപിള്ളേരെ എടുത്ത. അപ്പോൾ അതിലെഴുതി നല്ല റാങ്ക് വന്നു. അങ്ങനെ പിന്നെ കിട്ടി. പിന്നെ ഞാൻ വേറൊന്നും ശ്രമിച്ചില്ല. ഇന്നൊരു ഫോൺ കോളിനിപ്പുറത്ത് രോഷ്നിയുണ്ട്. ഭയപ്പെട്ട് നിൽക്കുന്നവർക്ക് മുന്നിൽ ആത്മധൈര്യത്തിന്റെ മാതൃക കാട്ടി. കഴിഞ്ഞ 7 വർഷത്തിനിടെ രോഷ്നി പിടിച്ചത് 500ഓളം പാമ്പുകളെയാണ്. ഇതുപോലെ സയൻറ്റിഫിക്കായിട്ട് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു രീതി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പിനെ പിടിക്കാം എന്നുള്ളൊരു ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്നതാണ്. പിന്നീട് അത് തുടർന്നു. എന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നി. അത് പിന്നെ അങ്ങ് തുടർന്ന് വരികയാണ്. ഇപ്പോഴും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒരു 450-500ഓളം വരെ എടുത്തിട്ടുണ്ട്. എല്ലാ പാമ്പിനെയും എടുത്തിട്ടുണ്ട്. 55-60ഓളം പെരുമ്പാമ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ഇഷ്ടമൊന്നുകൊണ്ട് മാത്രമാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള ഈ ജോലി. ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ തീരുമാനം. AV ജയശങ്കർ, 24, തിരുവനന്തപുരം.